ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഈ ഭക്ഷണം ഉണ്ടാക്കുക കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു മത്തിക്കറി ഉണ്ടാക്കുന്നതാണ് ഞാൻ വീഡിയോ ഇടാൻ പോണത്. അപ്പോൾ മത്തിക്കറി ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും, ഇതിന് രുചിയായിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വരാം. അപ്പോൾ ഞാൻ എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നണവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അല്ലാത്തവരുണ്ട് ചെയ്ത വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി വേണിച്ചാൽ ചേർക്കാം, ഞാൻ സവാളയാണ് ചേർക്കുന്നത്. ഒരു ഇടത്തരം സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15 വെളുത്തുള്ളി എല്ലിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വാടി വരാനായിട്ട് നമ്മൾ അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേ ഇതാണ് മീൻകറി, ഇതാണ് ടേസ്റ്റുള്ള മീൻകറി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ്. വേണമെച്ചെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങളൊന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇനി തക്കാളിയാണ് കേട്ടോ. ഒരിടത്തരം തക്കാളി, പിന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം പൊടിയായി അരിഞ്ഞ് വെച്ചതും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ചട്ടിയാണ്, പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ അത് എന്തായാലും ഒന്ന് വാടി കിട്ടണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് ഇതാ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണവരെ ഇളക്കി ചേർക്കണം കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്ന മസാല എന്താണെന്ന് വെച്ചാൽ ഇതാ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ കാശ്മീരി കൂടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറി എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ കറി ഒരുപാട് കുറുകിയ ചാറോട് കൂടിയ കറിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിനി വാളംപുളി പിഴിഞ്ഞാണ് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മീൻകറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഇങ്ങനെയാണെന്നല്ല, ഇങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാ പുളിയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി. അപ്പോൾ അതിലേക്ക് ഇനിയാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴേ ഞങ്ങളെ നാട്ടിൽ ഇതിന് മത്തി എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതിന് ചാള എന്നൊക്കെ പറയുന്നറിയാം, പക്ഷേ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ മീനൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് കപ്പയാണ് കേട്ടോ. അപ്പോൾ നല്ല വെന്തുടയുന്ന കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കിന്ന്. അപ്പോൾ കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മീൻകറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടച്ച് വെക്കണം. അപ്പോഴേ ഈ മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ച് അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇത് കിട്ടുക. അപ്പോൾ ആ കറിയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കപ്പയും കൂട്ടി ഒരു പിടി പിടിച്ചാലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മീൻകറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കപ്പയും മീൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.